ഒരു കോമേഴ്സ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അക്കൗണ്ടൻസിലെ ബേസ് കറക്റ്റാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബേസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ +1 +2 തന്നെ അക്കൗണ്ടൻസി മനസ്സിലാക്കി പഠിക്കണം. ഇന്ന് നമ്മൾ +1 അക്കൗണ്ടൻസിയുടെ വെയിറ്റേജ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടൻസിയിൽ മൊത്തം നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. 6 മാർക്ക് വെയിറ്റേജ് ആണ് നമുക്ക് ആ ചാപ്റ്ററിന് വരുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ആണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ നിന്ന് നമുക്ക് 6 മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ രണ്ടെണ്ണം തിയറി ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മൊത്തം 12 മാർക്സ് ആണ് വരുന്നത്. തേർഡ് ചാപ്റ്റർ ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. അക്കൗണ്ടിങ് ഇക്വേഷൻ, ജേർണൽ എൻട്രീസ് ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിലൂടെയാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിന് നമുക്ക് 6 മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. ഫോർത്ത് ചാപ്റ്റർ ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് 9 മാർക്സ് ആണ് വെയിറ്റേജ് വരുന്നത്. ക്യാഷ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക് ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിലൂടെയാണ് പഠിക്കുന്നത്. ഫിഫ്ത്ത് ചാപ്റ്റർ ആണ് ബാങ്ക് റീകൺസിലേഷൻ. ഈ പേര് പോലെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടും കൂടിയാണ് നമുക്ക് പഠിക്കാൻ. കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്ററും കൂടിയാണ് ഇത്. നമുക്ക് 6 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. സിക്സ്ത് ചാപ്റ്റർ ആണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. 6 മാർക്ക് വെയിറ്റേജ് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, അതേപോലെ തന്നെ റെക്ടിഫിക്കേഷൻ ഓഫ് എൻട്രീസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സെവൻത് ചാപ്റ്റർ ആണ് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ്സ്. 4 to 5 മാർക്സിന്റെ ഡിപ്രീസിയേഷന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. ഓൾ ഓവർ നമുക്കൊരു 6 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വെയിറ്റേജ് വരുന്നത്. എയ്ത്ത് ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സോന്റെ കാൽക്കുലേഷൻ ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2, 10 മാർക്ക് വെയിറ്റേജ് വരെ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നാണ് പഠിക്കുന്നത്. ഓരോ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കീപ് ലേണിംഗ് ആൻഡ് കീപ് ഗ്രോയിങ് വിത്ത് ബിസ്പോൾ ലേണിംഗ്.